വസ്ത്രങ്ങളില്ലാതെ ശരീരത്തെ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതരം കണ്ണട ഞങ്ങൾ നിർമ്മിച്ചു. ഇങ്ങനെ പ്രത്യേകതയുള്ള ഗ്ലാസിനെ കുറിച്ച് പല ആളുകൾക്കും കേട്ടുകേൾവിയുള്ളതാണ്. പക്ഷേ ആരും നേരിട്ട് ഇത്തരമൊരു ഗ്ലാസ് കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ളൊരു ഗ്ലാസുമായി നാട്ടിലെത്തിയ ഒരു പ്രവാസി നാട്ടിലെ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. എന്താണ് ഈ കടയ്ക്ക് മുന്നിൽ സംഭവിക്കാൻ പോകുന്നത്? കാണാം. ഓ മൈ ഗോഡ്! അയ്യോ എനിക്കും ഉണ്ട് അലർജി. ഏ ഡോക്ടറിനെ കാണിച്ചേ? നമ്മളെ സ്കിന്നിന്റെ അവിടെ നൂറിനോട്ട്. പ്രസാദ് ഡോക്ടറാണ് അല്ല പ്രസാദ് ഡോക്ടർ മറ്റേ ലേഡി ആയിരുന്നു. ലേഡി ഡോക്ടറും കൊള്ളാം. ഷൈനിന്നോ അങ്ങനെ എന്തോ എന്നോട് പറഞ്ഞു ചേട്ടാ ഇത്രയും ഉള്ളിൽ കഴിച്ചിട്ട് തിങ്കളാഴ്ചയല്ലേ. എന്തിന്റെ പൊടിയുടെ അലർജിയാണോ നിങ്ങൾക്ക്? എന്തിന്റെ എന്താന്ന് പറയത്തില്ല, ഒരു പിടിയും കിട്ടുന്നത്. എനിക്കങ്ങ് കഴിഞ്ഞ ദിവസേ എന്റെ കാല ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടേ കണ്ടോ ഇവിടെ ഈ തടിയൊന്ന് മുട്ടിയപ്പോ അവിടെ പൊട്ടി ചൊറിഞ്ഞ്. ഷുഗർ ആണെന്ന് ആദ്യം പേടിക്കും, പക്ഷേ ഷുഗറോ ഷുഗറല്ല. കഴിഞ്ഞയാഴ്ച 2 ആഴ്ചക്കുമ്പോ 500 രൂപ ബ്ലഡ് ചെക്ക് ചെയ്താ ബ്ലഡിനൊരു കുഴപ്പമില്ല. എന്താ പ്രശ്നം അറിയാമോ? ഈ അലർജി പ്രശ്നം വരും. ഉറങ്ങുന്നില്ല, ഉറക്കം വരില്ല, വൈറ്റമിൻ സിയുടെ കുറവുണ്ടെങ്കിൽ പ്രശ്നം. ഇനി പ്രായം കൂടുന്തോറും ഇങ്ങനെയൊക്കെ വന്നോണ്ടിരിക്കുവായിരുന്നു. അതുകൊണ്ട് പിന്നെ വലിയ വിഷയം ഇത്ര നാളും ഇല്ലായിരുന്ന സംഭവങ്ങളാണ് ഇപ്പം. ഭയങ്കര പ്രശ്നമാണ്. എനിക്കൊന്നും ഭയങ്കര ഇതാ. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. Agavindamasuakilla portu paisenne puruglu. Istana tukle patunu makan singino tukar kentulau. Arila. Istana tukulu hatrak busuna pokina tasuna ho. Ariyo. നമുക്ക് സാറ് എവിടെ നിന്നാണ് സാർ? ഇവിടെ അരുവി വലിയ വെള്ളച്ചാട്ടമുള്ള സ്ഥലം. വെള്ളച്ചാട്ടമുള്ളത് നമ്മൾ കറക്റ്റ് വണ്ടി എവിടെയാണല്ലോ കിടക്കണേ. എന്താ സാറേ അങ്ങോട്ട് പോവാനോ? സാറ് എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ അമേരിക്കയിലായിരുന്നു, ഇപ്പം ഇവിടെ നാട്ടിലുണ്ട്. പത്തനംതിട്ട. നമ്മളിങ്ങനെ ഓരോ സീനൊക്കെ ഇങ്ങനെ കാണാനും ഓരോ സ്ഥലങ്ങൾ പ്രോപ്പർട്ടികളുടെ മലയാളം പറയുന്നത് പിന്നെ വേറെ ഏതോ ഭാഷ പറഞ്ഞു. പുള്ളിയെ കണ്ടപ്പോ എനിക്ക് ഹിന്ദിക്കാരാണ് തോന്നുന്നു. അല്ല, ഹിന്ദിക്കാരനല്ല, ഞങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മള് 10-18 വർഷം നമ്മള് എക്സർസൈസ് അമേരിക്കൻ ഹിന്ദിയാണ്. കേട്ടില്ല? അമേരിക്കൻ ഹിന്ദി, അമേരിക്കൻ ഹിന്ദികളാണ്. ഇംഗ്ലീഷ് അമേരിക്കൻ ഹിന്ദിയാണ്. നമ്മൾ പെട്ടെന്ന് ആ ഭാഷ അങ്ങ് വരും. മലയാളം നദി എന്നൊക്കെ പറയാം, പുഴ, നദി. അല്ലാത്തതാണെങ്കിൽ നമ്മൾ പിടിച്ചിരിക്കും അല്ലേ? മലയാളം മറന്നൊന്നുമില്ല, നല്ല അറിയാം. ഒരു 10-20 വർഷം ജോലി കേട്ടോ. അതൊക്കെ അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ ചോദിച്ചേ. അമേരിക്ക ഇന്നിപ്പം 1 മാസമായോ വന്നിട്ട്? ഞാനിപ്പോൾ വന്നിട്ട് ഒരു 2 ആഴ്ചയായിട്ടാണ്. ഹലോ പ്ലീസ് ടേക്ക് ഇറ്റ്. ഹലോ പ്ലീസ് ടേക്ക് ഇറ്റ്. ഷുഗർ है? ഓ നോ. ഹായ് പ്ലീസ്. അമേരിക്കയുടെ ഒരു സംസ്കാരം കേട്ടോ അവിടെ. താങ്ക് യു. ഹലോ ടേക്ക് ഇറ്റ്. താങ്ക് യു. ഓക്കെ. എന്താ സാറേ? ഇതൊക്കെ അവിടുത്തെ ഒരു സംഭവമാണ്. ഇതൊക്കെ കൊണ്ടാണ് ഞാനിങ്ങനെ. കുറച്ച് നാൾ ഇവിടെ ഉണ്ടോ? ഇത്തിരി നാളുണ്ടാവും. പ്ലീസ്. സാർ എനിക്ക് അലർജിയുടെ തരാം. കിട്ടി. സാധനം നമ്മളെ ഉപേക്ഷിച്ചു. താങ്ക് യു. പൈസ ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഉണ്ടാകും.
ചെറിയ മതിലുള്ളൂ. അമേരിക്കയിൽ പോയി ഫാമിലിയോടെ അങ്ങ് പോയി അടിച്ചു പൊളിച്ചുള്ള ജീവിതമാണ് 2 മാസം ഇവിടെ. ഇതൊക്കെ ലൈഫല്ലേ, അത് വേറെ കാര്യം. പക്ഷെ ആർക്കും ഒരു ശല്യമില്ല, നേരെ വരുന്നു. അത് വേറെ കാര്യം. അതാണ് എൻ്റെ കാര്യം. ഈ അമലില് ഇതേ ശില്പി ചെയ്ത് വീണു അയ്യോ 2-3 ദിവസം മുമ്പേ. അവിടെ പാറയപ്പുറത്ത് കയറി സീനറി ഷൂട്ട് ചെയ്തപ്പോ പാറപ്പുറത്ത് ശില്പി ചെയ്തു അങ്ങ്. അയ്യോ എന്താ പഴുത്തോ സാറേ അത്? പഴുത്തില്ല, ഇതിപ്പോ ഇന്ന് ഇത്തിരി നടന്നു, അപ്പൊ ഇത്തിരി നീരുണ്ട്. പാണ്ടേനെ പഠിച്ച് ഒട്ടിക്കണം. അല്ല, അത് ഇത് വേറെ ഒരു മരുന്നുണ്ട് അത്. അമേരിക്ക അത് ഒഴിച്ച് അങ്ങ് കഴിയുമ്പോ ഇതിനകത്തുള്ള അഴുക്കെല്ലാം അങ്ങ് പോകും. ഓ അങ്ങനെ. ഇതില് പാണ്ടേനെ ഒട്ടിക്കണം, പൊടി കയറും. അല്ല, ബാൻഡേഡ് ഒട്ടിക്കാൻ പാടില്ലെന്ന്. പൊടിക്കാം. പക്ഷെ കാലാവസ്ഥ മോശമാണെന്ന് പറഞ്ഞു. അത് ഇത് പൊടി കയറാതെ പൗഡർ അടിക്കുമ്പോ തിളച്ചിട്ട് അതിന്റെ അതെ തിളച്ചങ്ങ് മാറുന്നത്. നിർത്താൻ സാറേ എന്തോന്ന് അതിനകത്ത് എന്തോന്ന് സാറേ? ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. ഇതൊരു വേണ്ടോ, ഇതെന്താ കണ്ണാടിയാ? അത് കണ്ണാടിയാ. പിന്നെ ഇത് വിശേഷപ്പെട്ട ഒരു കണ്ണാടിയാ. വിശേഷപ്പെട്ട കണ്ണാടി എന്ന് പറഞ്ഞാല് ഇത് സാർ ഇവിടെ സാറേ. വരി സാർ. മൈനക്കുളം. ഇവിടെ പണ്ട് കാലങ്ങളിൽ ബൈനോക്കുലറില്ല, കണ്ണിൽ വയ്ക്കാവുന്ന സാധനം. 48-ലൊക്കെ നമ്മളിവിടെ എക്സ്റേയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇല്ല, മനസ്സിലാക്കണം. അപ്പോൾ അവിടെ അമേരിക്കക്കാർ കണ്ടുപിടിച്ച ഒരു സാധനം, നമ്മുടെ ബോഡിക്കകത്തുള്ള സർവത്ര സാധനങ്ങൾ ഇത് വെച്ച് ടെസ്റ്റ് ചെയ്യാം. മറ്റേ എല്ലൊടിഞ്ഞിട്ടുണ്ടോ, എത്ര എല്ലൊടിഞ്ഞിട്ടുണ്ട്, ഞരമ്പുകൾ കണ്ടുപിടിക്കാൻ പറ്റും, അങ്ങനെ സാധനം. പക്ഷേ ഇത് അവിടുത്തെ ഒരു മ്യൂസിയത്തിൽ ഇരുന്നതാണ്. എനിക്ക് പക്ഷേ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടു. വില കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് തന്നില്ല. അവിടുത്തെ മറ്റേ വാച്ചർ പോലെ ഒരാളുണ്ട് അവിടെ, പുള്ളിക്ക് ഇത്തിരി കൊടുത്തപ്പോൾ എനിക്ക്. എങ്ങനെ ഇരിക്കുന്നത്? പക്ഷെ ഇതുകൊണ്ട് വേറെ കുറച്ച് ഗുണങ്ങളുണ്ട്. നമുക്ക് ഒരാളുടെ ബോഡിയിലുള്ള തുണി ഇല്ലാതെ പക്കായിട്ട് കാണാൻ പറ്റും. മനസ്സിലായോ? അയ്യോ താൻ അവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല അല്ലേ? ഇവിടെ ഇതൊന്നും ഇറങ്ങിയിട്ടില്ല. അങ്ങനത്തെ ഒരു സാധനമാണ്. ഓ അത് ശരി ശരി. നമ്മൾ അത് പക്ഷേ ഇതിനകത്ത് ഒരേ മീറ്റർ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ബോഡിയിൽ തുണികളൊക്കെ കാണാം. അത് ശകലം കൂടി ടൈറ്റ് കഴിഞ്ഞാൽ ഈ തുണിയൊന്നും കാണില്ല. അല്ല അതങ്ങനെ നമ്മൾ തുണി ഇട്ടിരിക്കല്ലേ സാറേ? അത് കാണില്ല. തുണി ഇട്ടിരുന്നാണ് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ. കൂളിംഗ് ഗ്ലാസ് അല്ലേ? കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. ആ ഒരു കുഞ്ഞിനോട് നമ്മളെ ഇതല്ലേ കണ്ണാടി, കണ്ണാടിക്കും ഉണ്ട്. അത് ശരി. ഇനി പറഞ്ഞു എന്നെ നോക്കരുത്, പുള്ളി നോക്ക്. നിക്ക് നോക്ക് നോക്ക് ഇങ്ങോട്ട് നോക്ക് നോക്ക്. നെഞ്ച് നെഞ്ച് താഴെ ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ പുഴയിലൊക്കെ ചില മീനുകൾ കാണും. അല്ല വേറെ കാര്യമുണ്ട് അല്ലേ, ഇത് ഗുണമുണ്ട് ദോഷമുണ്ട്. അല്ല ഇത് ഗുണമുള്ള സാധനമാണ്, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് തന്നെ ഇപ്പോ നെറ്റ് തന്നെ എന്തിനാ, നമുക്ക് ആവശ്യം വാട്സപ്പ് തന്നെ എന്തിനാ, നമുക്ക് ആവശ്യമുള്ള ഉപയോഗിക്കാനാ. ദുരുപയോഗം ചെയ്യുന്നു. അതാ നമ്മൾ ഉപയോഗിക്കുന്നത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഇതിപ്പോ ചേട്ടനെ ഫുള്ളായിട്ട് ഞാൻ കണ്ടല്ല. ഇത് ഭയങ്കര അതൊന്നും കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. അല്ല നിങ്ങൾ അല്ല എന്താ പറയാ, അത് വിഷയമല്ല. എന്താ പറയാ ഇത്, പക്ഷെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഉണ്ടല്ലേ ഇത്? ഓ അയ്യേ സാർ പച്ച കളറിലെ ചട്ടിയിട്ടേ അത് പുള്ളി അറിയാതെ. നിക്ക് ഉണ്ടായിരിക്കും. ഉണ്ടായിരിക്കും സാറേ. എന്തോ സാറേ, പ്ലീസ് മാറി സാറേ, നിങ്ങളെ കണ്ടോണ്ടിരിക്കുക. എങ്കിലും ഇത് കുറച്ച് കഷ്ടം കേട്ടോ. അല്ല വിശേഷമുണ്ട്, പറയണോ? മനസ്സിലായില്ലേ? പറയട്ടോ, ഞാൻ പറഞ്ഞു കൊടുക്ക. ഞാൻ ഒരു പ്രത്യേക വിശേഷമുണ്ട്. ഇനി നോക്കൂലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുള്ളൂ. ഇല്ല നോക്കില്ല, എനിക്ക് തമ്മലാണ്. നമ്മൾ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. അയ്യോ എന്നാലും അത് അയ്യോ സത്യമായിട്ട് ഇറങ്ങിയില്ല. പുള്ളിക്ക് അറിയാം അല്ലേ നിങ്ങളെ ഫുള്ള്. ഞാൻ അത് എന്നിട്ട് മറച്ചു വെച്ച് ഞാൻ അപ്പോഴാ മണ്ട ഞാൻ ആലോചിച്ചു. എന്താ മറച്ചിരുന്നാലും കാണും. നമ്മളിപ്പോ എല്ലാരും കണ്ടു. ഞാൻ നിങ്ങളെയാണ്. അയ്യോ അതല്ലെന്ന്, കണി നിങ്ങളാണ് ഫസ്റ്റ്. അതിൽ കൂടെ നോക്കുമ്പോഴേ കൊച്ചു കള്ളൻ.
ജോലി ഇത് വേറെ ഞാൻ പറയാം വിശേഷമുണ്ട്. പറയട്ടെ വിശേഷം പറഞ്ഞു കൊടുക്കട്ടെ. ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ. സീറ്റ് വേണോ ഒന്നുകൂടെ? സാറേ ഇതേ ഇവിടേക്ക് ആരെങ്കിലുമൊക്കെ ഞാൻ വിഷയങ്ങളാണ്, ശ്രദ്ധിക്കണേ സാറേ. നമ്മൾ പിന്നെ കമ്പനി ആയതുകൊണ്ട് പിന്നെ കമ്പനി ആയതുകൊണ്ട് കുഴപ്പമില്ല സാറേ, അല്ലെങ്കിലേ അതൊക്കെ ഇതായപ്പം. സാറേ സാറേ മാറ്റി വയ്ക്കും, മാറ്റി സാറേ. ഞാൻ ഇത് വെച്ചുകൊണ്ട് നോക്കി. അയ്യോ സാറേ നോക്കി നോക്ക്. സാറേ ആ സാറേ അത് മോശം. സാറേ അറിയില്ല മിണ്ടായിരിക്കാൻ പറ. അല്ല ഇവിടെ അറിയാന്നുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത്, നമുക്ക് അറിയാന്നുള്ള പെങ്ങന്മാരൊക്കെയാണ്. സാറേ സാറേ സാർ അത് മാറ്റി, അത് മാറ്റി സാറേ, സാറേ മാറ്റി. കണ്ണാടി മാറ്റാൻ പറ, കണ്ണാടി മാറ്റാൻ. ലൈറ്റ് മതി. സാറേ സാറേ കണ്ണാടി മാറ്റും. എനിക്ക് കണ്ണുകൊണ്ടിടാം. കണ്ണേ ഫോക്കസ് ഇല്ല, അതുകൊണ്ട് നോക്കണ്ട. അതുകൊണ്ട് എത്ര പവറുള്ള. അല്ല നോക്കണ്ട സാർ, നിങ്ങൾ മാറ്റി വെച്ചോ. അവർ പോയിട്ട് നമുക്ക് എന്താണോ പറയാം അല്ലേ. സാർ സാർ ഇങ്ങോട്ട് നോക്ക്. അല്ല അത് കണ്ണാടി. സാറേ സാറേ ഞാൻ ഇത് ദയവ് ചെയ്ത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ചേട്ടനും കൂടെ മര്യാദയ്ക്കാണ് നിങ്ങളടുത്ത് പറഞ്ഞത്. അത് മാറ്റ്, അത് ശരിയായിട്ട് പാടില്ല. മാറ്റ് മാറ്റ് മാറ്റ്. എന്തോ സാറേ നമ്മൾ എത്ര തവണ പറഞ്ഞു നോക്കുന്നത്. ചേട്ടൻ പറഞ്ഞൊരു വില പാടില്ല. അത് മാറ്റ്, മര്യാദയ്ക്ക. ചേട്ടാ അങ്ങോട്ട് സാറേ മാറ്റാത്. സ്ത്രീകളൊക്കെ വീട്ടിൽ മാറ്റി വയ്ക്കാൻ പറയും. എന്തോ സ്വഭാവം. ഓരോരുത്തരും ഓരോ കണ്ണാടി വെച്ച്. എന്ത് കേട്ടേ കണ്ണാടി വെച്ചോണ്ടെങ്കിൽ നിൽക്കുന്നത്? എന്ത് പ്രശ്നമുണ്ടോ? അല്ല അത് കണ്ണാടി കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഫുള്ള് കാണാൻ പറ്റും. എന്ത് എന്ത് ആ കണ്ണാടി കൂടെ നോക്കിയാലോ ഫുള്ള് കാണാൻ പറ്റും. അത് സഹോദരി അങ്ങനെ നോക്കുന്നതുകൊണ്ടാണ് ഈ ചേട്ടൻ പറഞ്ഞത് നോക്കരുത് നോക്കരുതെന്ന്. എന്നിട്ട് ചേട്ടൻ എന്താ പറയാഞ്ഞേ? അതല്ല പറഞ്ഞല്ല, അത് പറയുന്നതിന് മുമ്പായിട്ട് വീണ്ടും ഇങ്ങോട്ട് ആരാ നോക്കും നിങ്ങൾ? നിങ്ങളൊക്കെ ഞാൻ ഇവിടുത്തെ നാട്ടിൽ തന്നെ ഞാൻ വന്ന് കയറിയവനാ. നിങ്ങളൊക്കെ ഇവിടെ നിന്നിട്ട് ചേട്ടൻ മര്യാദയ്ക്ക് പറഞ്ഞു വിടും. വേറെ ഒന്നുമില്ല, പൈസ ഞാൻ തന്നേക്കാം. വേറെ ഒന്നുമില്ല, ചായരല്ലേ ഉള്ളൂ, ചായ ഞാൻ തരാളൂ. നിങ്ങളത് എത്ര തവണ മര്യാദയ്ക്ക് കാണിക്കുന്ന മോശം. നമ്മളെയൊക്കെ വീടുകളിൽ സ്ത്രീകളുള്ളതാണ്, അറിയാമോ? ആദ്യം പറഞ്ഞു മനസ്സിലാവത്തില്ല. അല്ല നിങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ കടയിൽ വന്നപ്പോ നിങ്ങൾക്ക് ഇത് അറിയാവുന്ന കാര്യമായിരുന്നല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? നമുക്കെങ്ങനെ അറിയാം? നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? കണ്ണടി കണ്ണടി ചേട്ടാ കണ്ണടി വെച്ചേക്കുന്നു പറഞ്ഞിട്ട് കുഞ്ഞാടിക്കുന്നത് കണ്ണടി വെച്ചാൽ കളി എടുക്കുന്നു, തമാശ എടുക്കുന്നു. ഒന്ന് ആലോചിച്ചു എന്താ മനസ്സിലാവാത്ത നിങ്ങൾക്ക് എന്തായാലും അസുഖം എന്താ കുഴപ്പം? എന്താ നിങ്ങൾക്ക് കുഴപ്പം? നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഓ ഇതൊന്ന് കളിക്കാന്ന് കമ്പെടുക്കണ വലിയ കട വന്നിട്ട് മോശത്തരം കാണിക്കരുത് കേട്ടാ, മോശത്തരം കാണിക്കരുത്. അമ്മ ഇങ്ങ് മാറിക്ക്, അമ്മ ഇങ്ങ് മാറിക്ക്. മാറിക്ക്. വേണ്ട വേണ്ട നിങ്ങൾ ഒന്നും വേണ്ട. സീറ്റ് ഒന്നും കൊണ്ടോ കൊണ്ടു എന്ത് ഇവിടെ എന്തോന്നു കേട്ടോ. ആ ഇനി കളിക്കുന്നത് ഇയാള് വേണ്ട. ഇയാളെ കൊണ്ടു ഒപ്പം വേണ്ട, കൊണ്ടുപോകും. കൊണ്ടുപോടെ പോകാന്നില്ലേ? എന്ത് ശരി മര്യാദക്കല്ലേ ഇടപെട്ടോ? അയ്യോ എങ്ങനെ നിൽക്കും? അതിൽ കണ്ണെടുത്ത് വെച്ചാലോ? അറിയണമല്ലോ. ചെയ്യൂന്ന് പറഞ്ഞു. അയ്യോ ചേട്ടാ ഇങ്ങനെ പറഞ്ഞു വിടാൻ നോക്ക്. ആഹാ വേണ്ട വേണ്ട നോക്കിയപ്പോ എന്തോന്നു ആ കണ്ണായിട്ട് നോക്കിയാലേ നമ്മുടെ ഡ്രസ് ഇല്ലാതെ നമ്മളെ കാണും. മാറിയേക്ക്. നമുക്ക് ഡീൽ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ആളിനെ എന്താ ഞങ്ങൾ ചുമ്മാ ഞങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞല്ലോ അത് അറിഞ്ഞത്. നിങ്ങളിപ്പം പറഞ്ഞിട്ടല്ലേ അവരറിഞ്ഞത്. കുഞ്ഞു കളിക്കുന്നു, ഇയാൾ പിടിക്കുഞ്ഞാണ് ഇയാള്. അല്ല ഇങ്ങനെയുള്ളവരൊക്കെ എന്തിനാ കട കെട്ടി നിർത്തുന്ന ചേട്ടാ? എങ്ങനെ അറിയാം നമ്മളെ? ചേട്ടൻ അറിഞ്ഞില്ലായിരുന്നു അതിനാ? അയാൾ ഞാൻ വന്നല്ലോ. എടാ ഇതൊന്നും തന്നെ
അല്ല, ഈ പുള്ളി ചേട്ടൻ പറഞ്ഞില്ല, കണ്ണാടി വെക്കണം എന്ന്. ചുമ്മാ വേണം പറഞ്ഞിട്ട് എന്താ പെണ്ണുങ്ങൾക്ക് കടയിൽ വരണ്ടേ ഇങ്ങനെ കൊള്ളനെ വിളിച്ചു ഇരുത്തി കഴിഞ്ഞാലാ? പോ ഞാൻ ഈ ചേട്ടന്റെ പേര് കേസ് കൊടുക്കും. അപ്പൊ നോക്കിയോ. വിളിച്ചാ അല്ല, പോലീസിനെ വിളിക്കാൻ നിങ്ങളെ പിടിച്ചോണ്ട് പോ. നോക്കിയോ, ഈ കടയിൽ ഇങ്ങളെയൊക്കെ വിളിച്ചിട്ട് കാര്യം എന്താ? അല്ല ഞങ്ങൾ അല്ല, ഇങ്ങനെ കണ്ണാടി ഇട്ട ഒരാൾ ഇങ്ങനെ എടുത്തപ്പോ ഞാൻ അവിടെ നിന്ന് നടന്നു വരുന്നത്. ഈ ചേട്ടൻ പറഞ്ഞല്ലോ കണ്ണാടി കണ്ടിട്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയായിരുന്നല്ലോ കാര്യം. എന്റെ കുഞ്ഞെ ഞങ്ങളെങ്ങനെ അറിയുന്നേ? മനസ്സിലായിരുന്നോ? കണ്ടില്ല, നേരത്തെ കണ്ടായിരുന്നു. പെണ്ണുങ്ങളെ നാട്ടിൽ ഇതൊന്ന് വച്ച് നോക്ക്. തല്ലിപ്പൊട്ടിക്ക് ലക്ഷങ്ങൾ വിലയുള്ള സാധനമാണ്. സാമാനം കൊണ്ട് പോരാ ഇവിടുന്ന്. ലക്ഷങ്ങൾ സാധനം അടിച്ചു ലക്ഷങ്ങൾ ഉണ്ടാക്കി നിന്റെ കൈ വെച്ചോണ്ട് പോ. നിങ്ങൾ ലക്ഷങ്ങളും വേണ്ട, സിഗരറ്റും വേണ്ട, മുട്ടായി വേണ്ട, ഒരു കുന്തം വേണ്ട. പോ. അപ്പോൾ തന്നെ മുട്ടായികളൊക്കെ ഇങ്ങനെ അടിക്കും. എൻ്റെ വാച്ച സിഗരറ്റ് മുട്ടായികളൊക്കെ അടിക്കും. അടുത്ത കളഞ്ഞ മറ്റേ വാച്ചോണ്ട് മുട്ടായി അതെ, അയാൾ അവിടെ അവിടെ ചെന്ന് വരും. അല്ല, ഈ കണ്ണാടി കൊണ്ട് ഇങ്ങനെ അങ്ങ് വിടുവാണോ? ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ കണ്ണാടി വെച്ചിട്ട് പോയാൽ ആൾക്കാരാണെങ്കിലും അറിയുമോ? എങ്ങനെ അറിയും കുഞ്ഞെ? ഇതൊന്ന് പറ. നോക്കരുതെന്നാണ് പറഞ്ഞത്. നോക്കരുത്, നമ്മളെ കാര്യം പറഞ്ഞേക്കാം കേട്ടാ. ഞാൻ വിളിക്കാം. കണ്ണാടി ഒന്ന് പിടിച്ച് വാങ്ങിക്കാമോ? കണ്ണാടി പിടിച്ച് വാങ്ങിക്കാൻ കണ്ണാടി ഒന്ന് പിടിച്ച് വാങ്ങിക്കാമോ? ഇതിൽ കൂടെ പെണ്ണുങ്ങളൊക്കെ പോകേണ്ടതല്ലേ? സാറേ, ഇവിടെ ഈ വരിക്കവല്ലി ജംഗ്ഷനിലെ നിങ്ങൾ കട പേരെന്താ നിങ്ങളെ? തുളസി ചേട്ടൻ്റെ കടയുടെ ഫ്രണ്ടിലെ ഒരു അമേരിക്കയിൽ നിന്ന് വന്ന ഒരാള് കണ്ണാടി വെച്ച് ഇവിടെ ഒരു ചെറിയ വിഷയം ഉണ്ടാകും സാറേ. അത് ഫുള്ള് ആ കണ്ണാടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കാണാം സാറേ. ഞാൻ കൊടുക്കാം സാർ. തുളസിയാണ് സാർ, സംസാരിക്കും സാർ. ഹലോ ഹലോ സാറേ. സാറേ, ഞാൻ ഒരിക്കലും കട കച്ചവടം ചെയ്യുന്നതാണ്. തുളസി എന്ന് പറഞ്ഞു സാറേ. എന്താ സാറേ? ആൾ ഇവിടെ നിൽപ്പുണ്ട് സാറേ. ഒരു പെൺകുട്ടി കണ്ണാടി ആ പെൺകുട്ടിയാണ്. ഒരു പെൺകുട്ടിയുണ്ട് സാറേ. അയാൾ അയാൾ ഇവിടെ നിന്ന് പിടിച്ചു നിർത്താം സാറേ. ശരി സാറേ. അങ്ങോട്ട് ഇറങ്ങി ആ പുള്ളിയുടെ കൈ ആ കണ്ണാടി പിടിച്ച് വന്നപ്പോ കുറെ നേരം കൊണ്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു. മുട്ടായി കണ്ണാടി പിടിച്ചു പറഞ്ഞോ. മേടിക്കും. അത് കണ്ണാടി പിടിച്ചു വയ്ക്കാൻ പറ്റും. ഇതൊക്കെ എന്താ അസുഖമുള്ളൂ? താ അങ്ങോട്ട് തരുന്നില്ലെന്ന്. സാറ് പറഞ്ഞേക്കാ. സാറ് പറഞ്ഞേക്കാ. SI പറഞ്ഞേക്കാ. ഇതൊക്കെ എന്താ അസുഖമുള്ളൂ? ഇതൊക്കെ എന്താ അസുഖം? പൈസ എന്താണ് പൈസ? എന്താ പൈസ ഇല്ലാത്ത വേണ്ട വേണ്ട. എന്താ പൈസ എന്ന് വേണം. പോണോ നിങ്ങൾ മിണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം പ്രശ്നമാകും. വൃത്തികെട്ടവനെ. അമേരിക്കൻ എന്ന ആളാ. ഈ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വിത്തോട്ടായിട്ട് കാണാം. നമ്മളടുത്തൊക്കെ ആദ്യം ഇങ്ങനെ പുള്ളി വെച്ച് കണ്ടുകൊണ്ടിരുന്നു. അത് നമ്മൾ കളിക്ക് വിട്ടു. ആ മിലിറ്ററി സാറൊക്കെ ഈ സ്ത്രീ ഇവിടെ ചായ കുടിക്കാൻ വന്നു. ചായ കുടിക്കാൻ വന്നപ്പോൾ അവരെ ഇത് അമേരിക്കയിൽ നിന്ന് വന്നാ പറഞ്ഞു. വിളിക്കുന്നു വന്നേ. പുള്ളിയുടെ കാറ് ടയർ എന്തോ പ്രശ്നമായിട്ട് അങ്ങ് താഴെ കിടക്കുന്നു ഡ്രൈവർ. നമുക്ക് വന്നവന്നെ മുട്ടായി സിഗരറ്റ് എല്ലാം തന്നു. ഈ തുളസി ചേട്ടനും കൂടെ. മലയാളം അറിയാം. പുള്ളി അമേരിക്കയിലാണ്. 2 മാസം വന്നേ അത് മാറ്റി. കണ്ണാടി മാറ്റി. പിള്ളേരെ വെക്കുമ്പോൾ കാണണോ ഇല്ലേ? മാറ്റേ കണ്ണാടി മാറ്റിയേ. എന്തിന്റെ സൂക്കേട്? എന്തിന്റെ സൂക്കേടെന്നാ? SI സാറിനെ വിളിച്ചു. SI സാറിന് പറഞ്ഞു ഇവിടെ പിടിച്ച് നിർത്തിയേക്കാൻ പറഞ്ഞു. ഇപ്പം വരാൻ പറഞ്ഞു. ഒരിടത്തും പോകുന്നില്ല. ഇപ്പം ഇയാൾ ഒരിടത്തും പോകുന്നില്ല. എന്റെ കണ്ണിൽ എന്റെ കണ്ണാടി വെച്ചോണ്ട് ആ കണ്ണാടി എങ്ങനെയാണെന്നറിയാം. ഇയാൾക്ക് എന്തിന്റെ കുഴപ്പമാണോ? മര്യാദയ്ക്ക് ഒന്നുകൂടെയായിരുന്നു. 10 പേര് അറിഞ്ഞില്ലേ?
ഇത് 10-20 പേര് അറിയാം കട വന്നിട്ട് കാണിക്കാല്ലേ അരുവി ഉണ്ടോന്ന് അരുവി അരുവി പോകാനായിട്ട് ഈ കണ്ണാടി വെച്ച് നോക്കാനാ പക്ഷെ എങ്ങനെ ഇരിക്കുന്നു ആലോചിച്ച് നോക്ക് എന്തൊരു തമാശ ആ വിടരുന്നു നിങ്ങൾ ദൈവാധീനം പോലെ നിങ്ങൾ വന്നത് നീ എവിടെ പോകരുത് നീ എവിടെ പോന്നെ നിനക്ക് കാണണ്ടേ കാണണ്ട എനിക്ക് അല്ല കണ്ടിട്ട് പോയാൽ മതി നീ എന്താ കണ്ടാലും എന്തുവാ ഹലോ സാറേ സാറേ അവിടെ തിരിച്ചോ സാറേ ആ സാറേ ഇവിടെ ഭയങ്കര പ്രശ്നമാണ് ഇവന് കണ്ണാടി വെച്ചോണ്ട് ഇവിടെ എല്ലാം നോക്കി നടക്കും കേട്ടോ അതെ സാറേ സാർ 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 അവന് ഏതാണെന്നും അറിയത്തില്ല സാറേ എവിടുന്ന് വന്നതാണെന്നും അറിയത്തില്ല ഉണ്ട് സാർ ഉണ്ട് ഇവനൊക്കെ പിന്നെ ദാദാഗിരി കാണിക്കുമോ സാറേ ഇത് ഒരു പെണ്ണിനെ പിടിച്ച് കടക്കാത്ത നിർത്തിയേക്കോ ഞങ്ങളിപ്പോ എന്താ ചെയ്യാൻ ഇവനാകെ ഗുണ്ടായുധം കാണിക്കുവോ ആണ് സാർ ശരി സാർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാറേ ആ അതൊക്കെ എപ്പോഴും മിക്കവാറും കാണിക്കുമോ അത് ശരി സാർ 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 ഡേ ഇവിടെ നില്ല് ഒരിടത്തും പോണ്ട പുള്ളി പോയി ഇനി വന്ന് തുളച്ചേട്ടൻ്റെ അടുത്തേ ചോദിക്കുള്ളൂ എടാ ഇവിടെ ഒരു നഗ്ന പിക്ചർ കാണുന്ന ഒരു കണ്ണാടി വിടല്ലേ ഇല്ല ഇവിടെ ഇല്ല പിന്നെ പെണ്ണുങ്ങളുടെ നഗ്നചിത്രം കാണുന്ന കണ്ണാടി ഇരിപ്പുണ്ട് പോരുത് പോയ അമ്മച്ചാണ് പൊട്ടിക്കുക തുളച്ചേട്ടനെ പിടിച്ചോ ആ കണ്ണാടി ഇനി നോക്കൊന്നും സത്യമായിട്ടും പൊട്ടി അമ്മച്ചാണ് പൊട്ടിക്കുക കെട്ട് നിങ്ങൾ കെട്ടങ്ങോട്ട് കുറച്ചെണ്ണം കെട്ടണം ഞാൻ കെട്ടിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല കെട്ടിക്കോ ഒരു കുഴപ്പമില്ല അതല്ല ദേശം എന്റെ പൊന്നെ മുണ്ട് പിടിച്ചിരിക്കുന്നു ആണോ എണ്ണുണ്ട് എടുത്തറിയണം എനിക്ക് ഒരു സൂക്കേടുമില്ല അത് മാറ്റി വെച്ചോ പറയട്ടെ പുള്ളി പറയാനുള്ള എനിക്ക് സൂക്കേടൊന്നുമില്ല ചേട്ടാ എനിക്ക് സൂക്കേടൊന്നുമില്ല പിന്നെ ഇത് പ്രോഗ്രാമാണ് ഓമേഗോഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് വല്ലതും കാണുന്നുണ്ടോ? ഒന്നും കാണാനില്ല, ഒന്നും കാണില്ല. ഒന്ന് പോകാൻ മാത്രം. ഇത് തന്നെയാണ് ഇതിൻ്റെ സംഭവം. പക്ഷേ നമ്മൾ ഇതിനകത്ത് കൂടെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ തുണി എടുത്തിട്ടില്ല എന്ന് തോന്നുമെന്ന് പറഞ്ഞൊരു ക്രിയേഷൻ ഇവിടെ ഉണ്ടാക്കിയതിലാണ് ഇത്രയേറെ പ്രശ്നങ്ങളായത് അല്ലേ? ചേട്ടൻ എന്ത് ചെയ്യണു? ഞാൻ ഡ്രൈവറാണ്. ഞാൻ ഈ സാധാ കട നടത്തും. ഇദ്ദേഹം വന്നപ്പോഴാണ് കുറെ കൂടെ മാറ്റം വന്നത്. അയ്യോ അപ്പോൾ സിബി അതെ സിബി ജോസഫിന് നന്ദി പറയണം. ആക്ടറായ സിബി ജോസഫ് കറക്റ്റ് ടൈമിൽ വന്നു. അപ്പോൾ എന്തായിരുന്നാലും ഒരുപാട് നന്ദി. ഇനി കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക. കൗമുദി ടിവിയുടെ വകയായിട്ട് 2 പേർക്കും ഒരു ക്യാഷ് പ്രൈസ് ഉണ്ട്. മെൻസ് വേൾഡ് ബാൽഡമൂരും അതിന് നെയ്യാറ്റിന് നൽകുന്ന സമ്മാനം, ബീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം, കാസ്റ്റൽ ഓഫ് ജീൻസ് തൃക്കാക്കര കൊച്ചി നൽകുന്ന സമ്മാനം, ഫോർവിഷ് മാട്രസ് നൽകുന്ന സമ്മാനം. അപ്പോൾ ചേട്ടാ, ഇനി ഇതേപോലെ കണ്ണാടി വെച്ച് പലരും വരും. ഇതൊക്കെ വെറുതെയാണ്, ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് തഴഞ്ഞു വിട്ടളയില്ല. അതൊക്കെ ഒറിജിനൽ ആയിരിക്കും ചിലപ്പോൾ. കേട്ടോ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം.